ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും. അപ്പം നമ്മളൊരു ഡേ ഇൻ ലൈഫ് ഒക്കെ പറഞ്ഞിട്ട് ആണ് സംഭവം. ഒരു ഫുൾ ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ ഒന്നുമില്ല, അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ളൊരു ഡേ അത്രേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ ഞാൻ എണീറ്റു കേട്ടോ. എണീറ്റിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ച് എന്താ പറയുക കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറ്റാക്കി. പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിസ്കരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്ത് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ ഒന്ന് പോയി കിടന്ന്. പിന്നെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞാൻ എണീറ്റിട്ട് ചായ ഉണ്ടാക്കി. കാരണം 7:30 ആകുമ്പോഴത്തേനും ഹസ്ബൻഡ് പോവും ഡ്യൂട്ടിക്ക്. സോ അപ്പോൾ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി സെറ്റപ്പ് ആക്കി കൊടുക്കണമല്ലോ. അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. ചായ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ ആവും, അത് സ്വാഭാവികം, നമ്മൾ തുടച്ചെടുക്കണം അത്രേ ഉള്ളൂ. അപ്പോൾ ചായ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ രാവിലെ എണീറ്റാൽ തന്നെ വെള്ളം കുടിക്കും. ഒരു എന്താ പറയുക, ആ ഒരു കുപ്പി ഫുള്ള് കുടിക്കും കേട്ടോ. അത് കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ചായയും ബിസ്ക്കറ്റ് കഴിക്കുന്നത്. ഞാൻ രാവിലെ ഇപ്പോൾ കടി കഴിക്കാറില്ല, ഐ മീൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഇപ്പോഴല്ല കഴിക്കുക, ഉച്ചക്ക് കഴിക്കുക. ഉച്ചക്കാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സോ അങ്ങനെ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി. സോ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് കാണാം. ഓക്കെ, ബൈ സി. അപ്പം അങ്ങനെ ലഞ്ച് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണല്ലേ, ചെമ്മീൻ ചെമ്മീൻ ബിരിയാണിയാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് സംഭവം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കി തരാം. സിമ്പിൾ പരിപാടിയാണ് ഗൈസ്. അപ്പോൾ നമുക്കത് കാണാം. പക്ഷേ അതിന് മുന്നേ ഞാൻ ഒന്ന് ഉറങ്ങാൻ പോകും. ഞാൻ ഉറങ്ങി ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കാറ്. സോ അങ്ങനെ ഉറങ്ങി എണീച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എണീച്ച് കഴിഞ്ഞപ്പോൾ ചപ്പാത്തി തീർന്നു പോയി ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തി തിന്നിട്ട് ഇപ്പം എന്താ കാര്യം. അപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ട് അതും പിന്നെ ഇന്നലെ രാത്രിക്കത്തെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. സോ അത് രണ്ടും കൂടി അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി അരിയാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണെന്ന് വെച്ചാൽ അതെടുത്തോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനതൊരു 1.5 കപ്പാണ് എടുത്തത്. ഞങ്ങൾക്ക് 2 പേർക്ക് 2 നേരം കഴിക്കാൻ 1.5 കപ്പ് മതി. അപ്പോൾ 1.5 കപ്പ് അരി എടുത്തിട്ട് നന്നായിട്ടുണ്ട് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഇത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇട്ട് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു ഇതൊക്കെ പാടൊന്ന് സെറ്റാക്കാനുള്ള ടൈം ഉണ്ടല്ലോ, ആ സമയം നമ്മൾ ആദ്യം തന്നെ അരി കഴുകി അത് വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ നമ്മൾ ഈ സംഭവങ്ങളും ഒക്കെ റെഡിയാക്കി വരുമ്പോഴത്തേനും ഒരു അരമണിക്കൂർ എന്തായാലും പിടിക്കും. അപ്പോൾ അത് അവിടെ വെള്ളത്തിൽ കിടന്നോട്ടെ, സംഭവം സെറ്റല്ലേ. അപ്പം ഞാൻ ബ്രൗൺസ് എന്ത് ചെയ്യണം, ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. സോ അതിൽ കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഓക്കെ, ഫ്രീസറിലല്ല കേട്ടോ, താഴെ ഇട്ട് വെച്ചേ. അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് നമ്മുടെ സവാള ഒക്കെ അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ച് ഇത് നമുക്ക് വറുത്ത് കോരി എടുക്കണം. മനസ്സിലായോ? ആ ഒരു ക്രിസ്പ്നെസ് ഉണ്ടല്ലോ, ആ സംഭവം കിട്ടണം. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചെമ്മീൻ എടുത്തിട്ട് അതും ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ് പെട്ടെന്നായി എന്നുള്ളത്. ബട്ട് സ്റ്റിൽ അത് കുറച്ച് ടൈം വരും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഒരു 10-15 മിനിറ്റ്. സോ അതെടുത്തിട്ട് ഫ്രൈ ചെയ്ത് പിന്നെ ആ എണ്ണയിൽ നിന്ന് നമ്മൾ ഉള്ളിയൊക്കെ ഊറ്റിയെടുത്ത് പിന്നെ അതിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ. ആ നെയ്യൊക്കെ ഒഴിച്ചിട്ട് കറുവപ്പട്ട, ഏലക്ക, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഇങ്ങടുത്ത് എന്താ ഉള്ളത് വെച്ചാൽ അതെടുത്തിട്ട് അതിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളത്തേക്ക് കുറച്ച് ഉള്ളി ഇടുക കേട്ടോ. അതിലേക്കാണ് അരി ഇടേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ മാറ്റി വെച്ച എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ച പേസ്റ്റ് വെക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോൾ കുറച്ച് തക്കാളി ഇടുക, കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ അതൊക്കെ ഒന്ന് വഴറ്റി സെറ്റായി വരുന്നതിന് ശേഷം മാത്രം എന്താ പറയുക, നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്ത ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ഇടുക. അതിന് കുറച്ച് മാറ്റിയൊക്കെ നമുക്ക് കുറച്ച് ഗാർണിഷിന്. പിന്നെ ഈ പൊടികളൊക്കെ അതിക്കിടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലി വേണ്ട കേട്ടോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ കുരുമുളക് പൊടി, അതൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. ഓക്കെ, പിന്നെ അതിക്ക് ചെമ്മീൻ ഇടുക. പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ഇടണം, സ്വാഭാവികമാണല്ലോ, നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞിരുന്ന ആവശ്യമില്ലല്ലോ, സിമ്പിൾ പരിപാടിയാണ് ഗൈസ്. അപ്പോൾ അതിക്ക് ആ ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറും കൂടി സെറ്റായിട്ട് ഇത് ദമ്മിടണ പരിപാടി. ഇത് നല്ല പരിപാടിയാണ്, പെട്ടെന്ന്. ഞാൻ ഇതെല്ലാം പെട്ടെന്നാട്ടോ ചെയ്ത്. ലാസ്റ്റ് മിനിറ്റിൽ ഹസ്ബൻഡ് വന്നിട്ട് ഞാൻ ഫുഡ് വേണമെന്ന് പറഞ്ഞു. ഇത് ഇവിടെ പകുതി ആയിട്ടുള്ളൂ. അതുകൊണ്ട് ദമ്മിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. സോ അത് ഗാർണിഷ് ചെയ്യാൻ അതിൻ്റെ മേലെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട്
അത് അവിടെ കുറച്ച് നേരം വെച്ചു. ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു 15 മിനിറ്റൊക്കെ ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ഓക്കെ. പിന്നെ സലാഡും ഉണ്ടാക്കിയിട്ട് അങ്ങനെ സംഭവമാക്കി. അതുപോലെ ഞാനൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുതിനയിലയും പച്ചമുളകും കുറച്ച് സുർക്കയും തേങ്ങ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി. സംഭവം സെറ്റല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് അടിപൊളിയായിരുന്നു ഗൈസ്. ഹസ്ബൻഡും പറഞ്ഞു അടിപൊളിയാണെന്ന്. അതുപോലെ ഞാൻ വെറുതെ പറയാമെന്ന് വിചാരിച്ച്, ബട്ട് സ്റ്റിൽ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ചെമ്മീൻ ബിരിയാണി അടിപൊളിയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സെറ്റാണ്. സിമ്പിൾ പരിപാടിയല്ലേ? പെട്ടെന്ന് പരിപാടി ചെയ്യും. പെട്ടെന്നല്ല, കുറച്ച് പണിയൊക്കെ ഉണ്ട്, എന്നാലും അടിപൊളിയാണ്. അങ്ങനെ പിന്നെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ലോണ്ട്രി ഉണ്ടായിരുന്നു, അതൊക്കെ സെറ്റാക്കി നമുക്ക് ലോണ്ട്രി ഒക്കെ ഉണക്കിയതിന് ശേഷം ഞാൻ ഒന്ന് കിടന്നുറങ്ങി ഗൈസ്. കുളിച്ചുകൊള്ളു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. സോ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്ത് പോയത് ഇവിടെ അടുത്തുള്ള ഒരു മാളിലാണ്. അബു സിദ്ര മാൾ എന്നാണ് പേര് കേട്ടോ. അവിടെ ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഡ്രസ്സുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള കുറച്ച് സംഭവമാണ്, ഒരു കടയാണ്. ലുലു ഉണ്ട് താഴെ, മേലെ അങ്ങനെ ഷോപ്പ്. അങ്ങനെ ഒരു മാളാണ്, കുറേ ഷോപ്പുകളുണ്ട്. അതിൽ ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ്. സോ ഇവിടെ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 റിയാൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 20 റിയാലാണ് മാക്സിമം. അതുകൊണ്ട് എല്ലാവിധ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. വളരെ വളരെ റേറ്റ് കുറഞ്ഞ സംഭവങ്ങളാണ് അധികം കേട്ടോ. സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ കീ ചെയിൻസ് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ? പിന്നെ കുറേ ഗേൾസിൻ്റെ ഇങ്ങനത്തെ കുറേ ടോയ്സും ഡ്രസ്സ്, ചെരുപ്പ്, ഷൂ, അങ്ങനത്തെ ബാഗ്, അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ അവിടുത്തെ പാത്രങ്ങൾ, അതുപോലെ ഗ്ലാസ്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വേർത്തായിട്ട് തോന്നി. നല്ല റേറ്റൊക്കെ നല്ല കുറവായി തോന്നി കേട്ടോ, മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം പിന്നെ ഈ സംഭവം നമ്മളൊരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നില്ലേ? അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ നിന്ന് പോയിട്ടോ. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അടിപൊളി ഒരു ഗ്ലാസ്സുകളുണ്ട്. നമ്മുടെ പിൻട്രസ്റ്റിലൊക്കെ കാണാറില്ല, നമ്മുടെ നാട്ടിലും കിട്ടും, ബട്ട് സ്റ്റിൽ നല്ല റേറ്റ് ആയിരുന്നു. ഒരു 300 ആ റേറ്റൊക്കെ ഉണ്ട് തോന്നുന്നു ഈ സംഭവത്തിന് കേട്ടോ. പക്ഷെ ഇവിടെ ആകെ 2 റിയാലുള്ളൂ ഗൈസ്. ഞാൻ ആകെ ഷോക്കായിപ്പോയി. 2 റിയാൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 100 ഇവിടെ ഉള്ളിലേ വരുന്നുള്ളൂ. ഐ മീൻ 40, 50, 60 രൂപയുടെ ഉള്ളിലേ വരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ സാധനങ്ങൾക്കൊക്കെ കേട്ടോ, ഈ എന്താ പറയുക, കപ്പ് പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ 4 റിയാലിൻ്റെ താഴെയാണ്, ഏകദേശം 3 റിയാൽ. ഇതിനൊക്കെ 3 റിയാൽ വരുന്നുണ്ട്. അപ്പോൾ താഴെയുള്ളതിന് 2 റിയാലൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സംഭവം ഞാൻ ഒരു ഗീവ് അവേ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ലൈക്കൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ബില്ലൊക്കെ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ബോധമൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം ഒരുപാട് സാധനങ്ങൾ തിരിച്ചു ഗൈസ്, വില കുറവല്ലേ. അപ്പോൾ ആ ബോധം ഒന്ന് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ടീ ടൈം വന്ന് ഞങ്ങളൊരു സാൻഡ്വിച്ചും മേടിച്ച് കഴിച്ചു കേട്ടോ. സംഭവം ഈ സാൻഡ്വിച്ച് അടിപൊളിയാണ്. അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ ശരി, ബൈ, സീ യു.